കൊല്ലം റൂറൽ ജില്ലയിലെ പുനലൂർ പോലീസ് സ്റ്റേഷനിലെ വാസയോഗ്യമല്ലാത്ത പഴയ 4 ഫാമിലി ക്വാർട്ടേഴ്സുകൾ 12-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ലേലം നടത്തും. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിൽ നേരിട്ട് ഹാജരാകണം. ലേലം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നിശ്ചിത നിരതദ്രവ്യമായി 5000 രൂപ കെട്ടിവെക്കണം. ഇതുകൂടാതെ തിരിച്ചറിയൽ രേഖകളും ലേലം തുടങ്ങുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥരെ കാണിച്ച് ബോധ്യപ്പെടുത്തണം. ഇതുകൂടാതെ സീൽ ചെയ്ത ദർഗാസുകൾ നേരിട്ടോ തപാൽ മാർഗമോ നിശ്ചിത നിരതദ്രവ്യമായ സംഖ്യ അടച്ചതിൻ്റെ DD ഉൾപ്പെടെ കൊല്ലം റൂറൽ ജില്ലാ പോലീസ് ഓഫീസിലും സമർപ്പിക്കാം. ദർഗാസ് അടങ്ങിയ കവറിന് പുറത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വക കെട്ടിടങ്ങൾ ലേലം ചെയ്ത് വാങ്ങുന്നതിനുള്ള ദർഗാസ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം. ദർഗാസുകൾ നൽകിയിട്ടുള്ളവർ ലേലസ്ഥലത്ത് ആ സമയത്ത് തന്നെ ഹാജരാകണം. പരസ്യലേലം അവസാനിച്ചാലുടൻ ദർഗാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ദർഗാസിലോ ഏതിലാണോ ലേലത്തുക കൂടുതൽ ആ ലേലം ഉറപ്പിക്കുകയും ചെയ്യും. ലേലം കൊണ്ടയാൾ നിരതദ്രവ്യം ഉൾപ്പെടെ ലേലത്തുകയുടെ പകുതി ലേല ദിവസം തന്നെ അടച്ച് രസീതും കൈപ്പറ്റണം. ലേലം സ്ഥിരപ്പെടുത്തിയ ശേഷം ലേലത്തുകയുടെ ബാക്കിയും നിലവിലുള്ള 18% GST ഉൾപ്പെടെ അടച്ച് രസീതും കൈപ്പറ്റണം. ഇതുകൂടാതെ ലേലത്തിൽ പങ്കെടുത്ത ബാക്കിയുള്ളവർക്ക് അടച്ച നിരതദ്രവ്യം ലേലം കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ചു നൽകും. ലേലം കൊണ്ടയാൾ ലേലം സ്ഥിരപ്പെടുത്തിയതിനു ശേഷം ബാക്കി തുക അടച്ച് 10 ദിവസത്തിനകം കെട്ടിടങ്ങൾ സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും പൊളിച്ചുമാറ്റി സാധന സാമഗ്രികൾ സ്ഥലത്തു നിന്നും പൂർണ്ണമായി നീക്കം ചെയ്യണം. ലേലം കൊണ്ടയാൾ നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം പുനർലേലം നടത്തുന്നതും പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ പ്രസ്തുത നഷ്ടം മുൻ ലേലക്കാരിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും. എന്നാൽ പുനർലേലത്തിൽ അധിക തുക ലഭിക്കുന്ന പക്ഷം ആ തുകയിൽ ലേലക്കാരന് അവകാശമുണ്ടായിരിക്കുന്നതല്ല. ഈ കെട്ടിടങ്ങൾ മുൻകൂറായി പരിശോധിക്കണമെങ്കിൽ പുനലൂർ SHOയുടെ അനുമതിയോടുകൂടി പരിശോധിക്കാൻ സാധിക്കും. അതേസമയം യാതൊരു മുന്നറിയിപ്പോ കാരണമോ കാണിക്കാതെ ലേലത്തീയതി മാറ്റിവെക്കുന്നതിനും ലേലം അല്ലെങ്കിൽ ദർഗാസ് അസ്ഥിരപ്പെടുത്തുന്നതിനുള്ള പൂർണ്ണമായ അധികാരം കൊല്ലം റൂറൽ പോലീസ് മേധാവിക്കായിരിക്കും. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.